ശ്രീ കോയ മുഹമ്മദ് മലയാള സിനിമാ ജേർണലിസത്തിലും വാരിക ജേർണലിസത്തിലും മുൻനിരക്കാരനായ ദേശാഭിമാനിയുടെ സീനിയർ ന്യൂസ് എഡിറ്ററായി വിരമിച്ച ശ്രീ കോയ മുഹമ്മദാണ് ഫോർത്ത് എസ്റ്റേറ്റിലെ ഇന്നത്തെ നമ്മുടെ അതിഥി. 1979 സബ് എഡിറ്ററായാണ് ദേശാഭിമാനിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. നീണ്ട 31 വർഷത്തിന് ശേഷം വീക്കിലിയുടെ എഡിറ്റർ ഇൻചാർജായി പ്രവർത്തിച്ചു. വീണ്ടും സീനിയർ ന്യൂസ് എഡിറ്ററായിട്ടാണ് ഡെയിലിയിൽ നിന്ന് വിരമിക്കുന്നത്. ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് ദേശാഭിമാനിയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? പത്രപ്രവർത്തന രംഗത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ അത് പലരും പറയുന്ന പോലെ അതെൻ്റെ ഒരു ജന്മസഹജമായൊരു എന്താ പറയുക, ഒരു ഇമ്പൾഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അതേ സമയത്ത് തിരിഞ്ഞിപ്പം നോക്കുമ്പോൾ പത്രപ്രവർത്തന രംഗത്ത് സ്കൂൾ കാലം മുതൽക്കേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. സ്കൂൾ എൻ്റെ ക്ലാസ്സിൽ ഒരു കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു, അതിൻ്റെ പത്രാധിപർ ഞാനായിരുന്നു. പിന്നെ അതുപോലെ സ്കൂളിൽ നിന്ന് പിന്നെ കോളേജിലേക്ക് കടന്ന ഉടനെ നമ്മുടെ പ്രദേശത്തെ ഒരു കലാസമിതിക്കൊരു മാഗസിൻ ഉണ്ടായിരുന്നു, സുഹൃത്ത് എന്ന പേരിൽ. അതിൻ്റെ ചുമതല എനിക്കായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രൻ, ചിന്തരവി എന്ന് പറയപ്പെടുന്ന രവീന്ദ്രൻ എൻ്റെ ഒരു മാർഗദർശിയാണ് കാര്യത്തിൽ. രവീന്ദ്രന് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ കുസൃതിത്തരങ്ങൾ നിറഞ്ഞ ഒരു മാഗസിൻ കോളേജിൽ നടത്തിയിരുന്നു, രവീന്ദ്രൻ സുഹൃത്തുക്കളും. അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പലതും നമ്മുടെ നാട്ടിൽ ആ കാലത്ത് പ്രചരിക്കുകയായിരുന്നു. അവർ പ്രൊഫസറെ പറ്റി, MP ശ്രീധരനെ പറ്റിയൊക്കെ എഴുതിയ വാർത്തകൾ. അത് ശ്രീധരൻ മാഷയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ശ്രീധരൻ മാഷ് തന്നെ രവീന്ദ്രനെ നവജീവൻ പത്രത്തിലേക്ക്, ഡിഗ്രി കഴിഞ്ഞ ഉടനെ നവജീവൻ പത്രത്തിലേക്ക് കൊണ്ടുപോയത്. പിന്നെ അവിടുന്ന് ബോംബെയിലേക്ക് പരിശീലനത്തിന് ഭവൻസ് കോളേജ് ഓഫ് ജേർണലിസത്തിലേക്ക് പറഞ്ഞു വെച്ചത്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടും കണ്ടും വളരെ താല്പര്യം ജനിച്ചിരുന്നു ഈ മേഖലയിൽ. മാത്രമല്ല അന്നൊക്കെ പത്രപ്രവർത്തനത്തെ പറ്റി പറയാന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെയും കയറി ചെല്ലാം, അവർക്ക് അവരെ തടയാൻ ആരുമില്ല. ഇങ്ങനെയുള്ളൊരു പൊലിമയും കൂടി പത്രപ്രവർത്തനത്തെ സംബന്ധിച്ച് അന്ന് ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണെന്ന് പിന്നീട് മനസ്സിലാക്കിയെങ്കിലും ഇതും ഒരു പ്രേരണയായിട്ട് വർത്തിച്ചിരിക്കാം. അതേ സമയത്ത് തന്നെ എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഇതിൽ കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതെനിക്ക് പറ്റിയൊരു ജോലി അല്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ പത്രപ്രവർത്തനത്തിന് വേണ്ട ഒരു ത്രസ്റ്റ് എൻ്റെ സ്വഭാവത്തിൽ ഇല്ല. പക്ഷെ ഞാൻ ആ മേഖലയിൽ തൃപ്തികരമായിട്ട് തന്നെ പ്രവർത്തിച്ചു എന്ന് പറയാം. അത് പക്ഷേ എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്നെ റിപ്പോർട്ടിങ്ങിലേക്കല്ല നിയോഗിച്ചത് സ്ഥാപനം, ഡെസ്കിലേക്കായിരുന്നു. അവിടെ ആവട്ടെ എൻ്റെ സ്വഭാവത്തിന് ചേർന്ന രീതിയിൽ ഒതുങ്ങി അധികയാളുടെയും ശല്യമൊന്നുമില്ലാതെ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. ആ നിലക്ക് ഇത് തൃപ്തി നൽകിയ ഒരു ജോലിയാണ്. ഇവരുടെയൊക്കെ രവീന്ദ്രൻ്റെയൊക്കെ മാതൃക അല്ലെങ്കിൽ പ്രചോദനം, അവർ വഴികാട്ടികളായിട്ട് നിന്നുണ്ട്. പിന്നെ ഈ രംഗത്തേക്ക് പരിശീലനമായിട്ട് എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ളത് രവീന്ദ്രൻ തന്നെ എന്നെ കൊണ്ടുചെന്നെത്തിച്ച സൈക്കോ എന്ന് പറയുന്ന ആ കുടുംബത്തിൻ്റെ സേവനമാണ്. ചെലവൂർ വേണു സൈക്കോ എന്ന മാസിക വളരെയേറെ എന്നെ ഈ രംഗത്ത് സഹായിച്ചിട്ടുണ്ട്. രവീന്ദ്രനാണ് എനിക്ക് ഈ രംഗത്തേക്കൊരു പ്രചോദനമായി തീർന്നതെങ്കിലും പത്രപ്രവർത്തനത്തിൽ എനിക്ക് പ്രായോഗിക പരിശീലനം തുടക്കത്തിലേ നൽകിയിട്ടുള്ളത് വാസ്തവത്തിൽ ചെലവൂർ വേണുമാണ്. എഴുത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എനിക്ക് എഴുതാൻ എന്തോ ഒരു താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണു എന്നെ ആദ്യകാലം മുതൽക്കേ വേണു പലതരത്തിലുള്ള സോവനീറുകൾ, സിനിമയെ സംബന്ധിച്ചുള്ള സോവനീറുകൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊക്കെ എന്നെക്കൊണ്ട് സിനിമയെ പറ്റി ലേഖനം എഴുതിക്കുമായിരുന്നു. എഴുതുന്നതിൽ എന്നെ പ്രത്യേകിച്ച് മാർഗനിർദ്ദേശമൊന്നും നൽകിയല്ല വാസ്തവത്തിൽ വേണു ചെയ്തത്. ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, വായനക്കാർക്ക് ഇത് കാണാനും പിന്നെ നോക്കാനും പറ്റിയ രീതിയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തണം, ഒരു ചിത്രം കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് ഏത് രീതിയിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് കൈകാര്യം ചെയ്ത് കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യത്തിൽ വേണു വലിയ മാർഗനിർദ്ദേശം നൽകി. അതുപോലെ തന്നെ ഒരു മന്ത്ലി മാഗസിൻ ആണെങ്കിൽ, ഒരു വീക്ക്ലി മാഗസിൻ ആണെങ്കിൽ
ഒക്കെ എത്ര വ്യത്യസ്തമായിട്ട് വേണം കൈകാര്യം ചെയ്യുക എന്നുള്ളത്, അതുപോലെ വിവർത്തനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ വായനക്കാരനെ എങ്ങനെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതൊക്കെ വലിയൊരളവ് പരിശീലിപ്പിച്ചത്. അത് പരിശീലനം എന്നുള്ള നിലക്കല്ല, അന്നന്നത്തെ അപ്പോഴത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്നുള്ള നിലക്ക് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് വേണം. ഇപ്പോൾ ചിന്താ രവീന്ദ്രൻ, അതുപോലെ ചെലവൂർ വേണു എന്നവരൊക്കെ മാർഗദർശികളും പിന്നെ പരിജ്ഞാനമൊക്കെ നൽകി, പരിശീലനമൊക്കെ നൽകിയെന്ന് പറയുന്നത്. മറ്റാരെങ്കിലും ഈ മേഖലയിൽ മാർഗദർശിയായി നിന്നിട്ടുള്ള? ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം CM അബ്ദുറഹ്മാൻ, നമ്മുടെ ന്യൂസ് ദേശാഭിമാനിയിൽ ഞാനവിടെ ചേരാൻ കൂടി കാരണക്കാരനായിട്ടുള്ള സുഹൃത്താണ് CM അബ്ദുറഹ്മാൻ. നേരത്തെ തന്നെ സുഹൃത്താണ്. സൈക്കോ ഫാമിലിയിൽ ചേർന്നതോടുകൂടി തന്നെ സുഹൃത്തായി തീർന്ന ഒരാളാണ് CM അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലായ ന്യൂസ് എഡിറ്റർ ആയിരുന്നു ആദ്യകാലത്ത്. CM അബ്ദുറഹ്മാൻ വളരെയേറെ സ്വയം സെൽഫ് മെയ്ഡ് ജേർണലിസ്റ്റ് തന്നെ പറയാം. അതുകൂടാതെ പിന്നെ കേരളത്തിലെ പലതരത്തിലുള്ള ജേർണലിസം വർക്ക്ഷോപ്പുകളിലൊക്കെ തന്നെ ഉള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയ ഒരാൾ എന്ന് മാത്രമല്ല, അദ്ദേഹം സ്വയം തന്നെ സെൽഫ് മെയ്ഡ് എന്നുള്ള നിലയ്ക്ക് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഈ ജേർണലിസത്തെ സംബന്ധിച്ച് കിട്ടാവുന്ന ലിറ്ററേച്ചർ മുഴുവൻ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും സമ്പാദിച്ച് പഠിക്കുന്ന ഒരാളായിരുന്നു. അതിൽ എനിക്കും എൻ്റെതായ റോള് വഹിക്കാൻ കഴിഞ്ഞിട്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലത്ത് അവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസത്തെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ, അതുപോലെ ബ്രിട്ടീഷ് കൗൺസിലിൽ ജേർണലിസത്തെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ അബ്ദുറഹ്മാൻ എനിക്ക് ലിസ്റ്റ് തരും. ഇത് കരസ്ഥാക്കി കൊണ്ടുതരണം എന്ന് പറയുന്നത്. ഞാനതെങ്ങനെ എത്തിക്കുകയെന്ന് വെച്ചാൽ, അന്ന് KSRTC ബസ്സിൽ നാട്ടിലുള്ള കണ്ടക്ടർമാർക്കോ അല്ലെങ്കിൽ ഡ്രൈവർമാർക്കോ ഏൽപ്പിക്കും. അവരുടെ വെക്കുന്ന അബ്ദുറഹ്മാൻ കോഴിക്കോട്ട് നിന്ന് കരസ്ഥമാക്കും. ഒരു 4-5 പുസ്തകങ്ങളൊക്കെയാണ് ഒരു തവണ കൊടുത്തയക്കുക. അപ്പോൾ ഈ പുസ്തകങ്ങൾ കൊടുത്തയക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും എൻ്റെ കയ്യിലും കുറച്ച് സമയം ഈ പുസ്തകങ്ങൾ കിടക്കും. അത് ഞാനും ഇടയ്ക്ക് നോക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. പിന്നെ അബ്ദുറഹ്മാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഒരു തലക്കെട്ട് എങ്ങനെ വേണം, ഒരു ക്യാപ്ഷൻ എങ്ങനെ വേണം എന്നൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞു തരും. ഒരിക്കൽ ഒരു സ്വാതന്ത്ര്യദിനത്തിനോ മറ്റോ ആണ് ഒരു ചിത്രം കൊടുക്കുമ്പം അടിക്കുറിപ്പിന് വേണ്ടി അബ്ദുറഹ്മാൻ ഒരു മത്സരം പ്രഖ്യാപിച്ചു. അപ്പം അതിൽ ഞാനൊരു അടിക്കുറിപ്പ് കൊടുത്തു. അന്ന് ഡെസ്കിലുണ്ടായിരുന്ന എല്ലാവരും കൊടുത്തു. അന്ന് എൻ്റെ അടിക്കുറിപ്പിനായിരുന്നു സമ്മാനം. അബ്ദുറഹ്മാൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ഒരു പേന എനിക്ക് സമ്മാനമായിട്ട് തരേണ്ടത്. അങ്ങനെ ഈ രംഗത്ത് കാര്യമായി എൻ്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട്, എൻ്റെ മേലധികാരി എന്ന നിലയ്ക്ക് തന്നെ പ്രവർത്തിച്ചുകൊണ്ട്, എൻ്റെ സുഹൃത്തായിട്ടും പ്രവർത്തിച്ചുകൊണ്ട് വലിയ സംഭാവന നൽകിയ ആളാണ്. ഈ പത്രപ്രവർത്തന രംഗത്ത് പ്രൊഫഷണലിസം എന്ന് പറയുന്നതിൻ്റെ ഒരു ആദ്യകാല പരിശീലനം അദ്ദേഹത്തിന് അബ്ദുറഹ്മാൻ, ദൈനംദിന പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ശരിയായ സ്വരൂപം ശരിക്കും കാണിച്ചെന്ന് അബ്ദുറഹ്മാനാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ താത്വികമായ വശങ്ങൾ പലപ്പോഴും വെളിവാക്കി തന്നിട്ടുള്ളത് P. ഗോവിന്ദപിള്ളയാണ്. പലപ്പോഴും ഞാൻ വാരാന്ത്യപതിപ്പിൻ്റെ ചുമതലകളൊക്കെ അതിൽ സൈദ്ധാന്തിക സ്വഭാവമുള്ള ലേഖനങ്ങൾ വരും, അതല്ലെങ്കിൽ ചില പോളമിക്സ് ഒക്കെ വരും. ആ സമയത്ത് ഞാൻ PG യോടാണ് സംശയങ്ങൾ തീർക്കുക. അപ്പോൾ PG അതിൻ്റെ നാനാവശങ്ങൾ പറയും. അപ്പോൾ ഞാൻ സംശയിക്കുക, ഇങ്ങനെ ഒരു വീക്ഷണം നമ്മൾ മറുവശത്ത് ഇങ്ങനെ ഒരു വീക്ഷണം കൊടുക്കാമോ എന്നുള്ളൊരു ഭയത്തിലായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ PG പറയും, നമ്മൾ കാണുന്നത് മാത്രമല്ല ലോകം, നമ്മളൊരു കാര്യത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ധാരണ മാത്രമല്ല ശരി, ചിലപ്പോൾ അതിനൊരു മറുവശം ഉണ്ടാവും. അപ്പോൾ അത് ആളുകൾ പറയുമ്പോൾ അത് വായനക്കാർക്കും അത് കിട്ടാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മളുടെ വിശ്വാസ്യത കിട്ടൂ എന്ന് PG പലപ്പോഴും. പിന്നെ അത് ഇങ്ങനെയുള്ള ഒരു ജേർണലിസത്തിൻ്റെ ആവശ്യകത മാത്രമല്ല, പൊതുവെ രാഷ്ട്രീയമായിട്ടും ദാർശനികമായിട്ടും ഒക്കെ തന്നെ PG ഈ മേഖലയിൽ വലിയ വഴികാട്ടിയായിട്ട്. എന്തിനും ഒരു അത്താണി എന്ന് വേണമെങ്കിൽ ഒരു ഇത്തരം സൈദ്ധാന്തിക വിഷയങ്ങളിലൊക്കെ തന്നെ വലിയ ഞാനും ദേശാഭിമാനിയിൽ ചേരുന്നതിന് മുമ്പ്
സിനിമ നേരത്തെ തന്നെ എൻ്റെ ഒരു ഭ്രാന്തായിരുന്നു. അതുപോലെ എൻ്റെ സുഹൃത്ത് PM താജ്, മരിച്ചുപോയ PM താജ് നാടകൃത്ത്, അദ്ദേഹം കൂടി ചേർന്നിട്ട് ഒരു ചലച്ചിത്ര പ്രസിദ്ധീകരണം തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഉണ്ട്, കുമാർ ഷഹാനിയുടെ മായാദർപ്പൺ എന്ന പേരിൽ. അത് നമ്മുടെ നവസിനിമയുടെ ഒരു പ്രാരംഭം കുറിച്ച ചിത്രങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ആ സിനിമയെ സംബന്ധിച്ച് ആ സിനിമയോടുള്ള ഞങ്ങളുടെ ഭ്രാന്തും കൂടി പരിഗണിച്ച് പിന്നെ സിനിമ എന്ന മാധ്യമത്തോടുള്ള ഭ്രാന്തും കൂടി കണക്കെടുത്ത് ഒരു പ്രസിദ്ധീകരണം തുടങ്ങാൻ തീരുമാനിച്ചു. അതിനായിട്ടൊരു ടൈറ്റിൽ താജിൻ്റെ പേരിൽ എടുക്കുകയും ചെയ്തു. അത് തുടങ്ങാനുള്ള ഒട്ടേറെ ചർച്ചകൾ ഞങ്ങൾ PG ആയിട്ട് നടത്തിയിരുന്നു. എറണാകുളത്ത് പോയിട്ട് തന്നെ PG ആയിട്ട് നടത്തിയിരുന്നു. അപ്പം അന്നൊക്കെ തന്നെ ഞങ്ങൾ കരുതിയിരുന്നത് സിനിമേനെ പറ്റിയൊക്കെ ഉള്ളൊരു പ്രസിദ്ധീകരണം തുടങ്ങുമ്പോൾ അത് നവസിനിമയെ സംബന്ധിച്ചുള്ള മാത്രം കാര്യങ്ങൾ ആളുകൾക്ക് അറിയിച്ചാൽ മതിയെന്നാണ്. അപ്പോൾ ഇപ്പോൾ PG പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഈ ആളുകൾക്ക് പിന്നെ ഇപ്പോൾ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ലഭ്യമായ വർഷത്തിൽ ഒരു 5-10 എണ്ണം ഉണ്ടാവുന്ന ഈ നവസിനിമ മാത്രമല്ല കാണാൻ കിട്ടുന്നത്. അപ്പോൾ അവർക്ക് സിനിമയെ പറ്റിയുള്ള ഒരു വീക്ഷണം വളർത്തിയെടുക്കാൻ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ, പത്രപ്രവർത്തനത്തിലൂടെ അങ്ങനെ ഒന്ന് വീക്ഷണം ഉണ്ടാക്കിയെടുക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറ്റ് സിനിമകൾ നിങ്ങൾ എങ്ങനെ സമീപിക്കണം എന്നൊരു മാർഗനിർദ്ദേശം നമുക്ക് കൊടുക്കാൻ കഴിയണം. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ സിനിമകൾ വരുന്നു, ആളുകൾക്ക് താല്പര്യമുണ്ട് മറ്റേതൊക്കെ സിനിമകൾ വരുന്നു എന്നുള്ള അറിയാൻ, അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുക്കണം. അതിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് സംബന്ധിച്ച് വിവരം കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുകൾ വിശാലമാക്കുന്നതിലും പിന്നെ നമ്മുടെ നിരീക്ഷണം ഷാർപ്പാക്കുന്നതിലൊക്കെ അങ്ങേറ്റം സഹായിച്ച വ്യക്തിയാണ് PA. അപ്പോൾ ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ സിനിമയോടുള്ള ആഭിമുഖ്യമുണ്ട്. സ്വാഭാവികമായും പത്രപ്രവർത്തന രംഗത്ത് എത്തിയപ്പോൾ ആ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ഫിലിം ഫെസ്റ്റിവൽ പോലുള്ള പിന്നെ സിനിമാ മഹോത്സവങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു തുടക്കം ഒക്കെ ഇടുന്നു. ആ ഒരു ഫിലിം ജേർണലിസത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്താണ്? മാധ്യമരംഗത്ത് ഫിലിം ജേർണലിസം എവിടെ എത്തി നിൽക്കുന്നു, അതിൻ്റെ ഭാവി എന്താണ്? ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലത്ത് ചിത്രലേഖ ഫിലിം സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. സ്വാഭാവികമായിട്ടും അടൂർ ഗോപാലകൃഷ്ണനായിട്ട് വളരെ അടുത്തറിയാനിടയായി. അതിലൊരു കാരണവും ചെലവൂർ വേണുമായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ ചെലവൂർ വേണുവും ഞാനും അടൂരിൻ്റെ വീട്ടിൽ തന്നെ പോയി നേരത്തെ കോഴിക്കോട്ട് നിലവിലുണ്ടായിരുന്ന അശ്വിനി ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനം കുറച്ചുകൂടി സജീവമാക്കുന്നത് സംബന്ധിച്ചുള്ള ആലോചനയുടെ ഭാഗമായിട്ട് ഞാൻ അവിടെ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ വേണുകൂടി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആ സമയത്ത് ഞങ്ങൾ സിനിമയുടെ ഒരുപാട് കാര്യങ്ങൾ, അടിയന്തരമായ ഈ ആവശ്യത്തിന് അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കേണ്ടത്. അങ്ങനെ ഞാൻ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഇടയായി. ചിത്രലേഖ ആ കാലത്ത് പല ഫിലിം ഫെസ്റ്റിവലുകൾ നടത്തുമായിരുന്നു. ദേശീയ ഫിലിം ഫെസ്റ്റിവൽ, രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ സംഘടിപ്പിക്കുമായിരുന്നു. പിന്നെ ചില ഡയറക്ടേഴ്സിൻ്റെ മാത്രം റിട്രോസ്പെക്റ്റീവുകൾ നടത്തുമായിരുന്നു. അതൊക്കെ കാണുകയും അതേ സംബന്ധിച്ചുള്ള സിനോപ്സിസൊക്കെ കിട്ടും, പിന്നെ പഠന ലേഖനങ്ങൾ കിട്ടും. പിന്നെ അടൂരിൻ്റെയോ ഒക്കെ പക്കൽ നിന്ന് പല പ്രസിദ്ധീകരണങ്ങൾ കിട്ടും. ഈ സിനിമ സൈറ്റ് ആൻഡ് സൗണ്ട്, ബ്രിട്ടീഷ് കൗൺസിൽ സൈറ്റ് ആൻഡ് സൗണ്ട് പോലുള്ള ഫിലിം ജേണലുകൾ ലഭ്യമായിരുന്നു. അതൊക്കെ വായിച്ച് സിനിമയെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ വേണു ഈ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള പല സോവനീറുകൾ ഇറക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നടത്തുന്ന അശ്വിനി ഫിലിം സൊസൈറ്റി നടത്തുന്ന ഹംഗേറിയൻ ഫിലിം ഫെസ്റ്റിവൽ, അങ്ങനെ വല്ല ഫെസ്റ്റിവൽക്കും വേണ്ടി ഇറക്കുന്ന സോവനീറുകളിലേക്ക് എന്നെക്കൊണ്ട് എഴുതിക്കുമായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് വേണുവിനോട് ദേശാഭിമാനി വാരികയുടെ പത്രാധിപർ MN കുറുപ്പ് അന്വേഷിച്ചു, നമുക്ക് വാരികയിൽ പതിവായിട്ടൊരു ഫിലിം കോളം കൈകാര്യം ചെയ്യാൻ ആരെ കിട്ടുന്നു? വേണു സ്വാഭാവികമായിട്ടും എൻ്റെ പേര് നിർദ്ദേശിച്ചു. അങ്ങനെ 1975 മുതൽ പത്രപ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതായത് ഔപചാരികമായൊരു തൊഴിലെന്ന നിലയ്ക്ക് പത്രപ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 1975
സിനിമയെ സംബന്ധിച്ച് സ്ഥിരമായൊരു പങ്ക്തി കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ആ ലേഖനങ്ങൾ എനിക്കറിയാം. അന്ന് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം കേരളത്തിൽ പച്ചപിടിച്ച് തുടങ്ങുന്ന ഒരു കാലമാണ്. അത് ഒട്ടേറെ പേരെ ഈ രംഗത്തേക്ക് ആകർഷിക്കാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടേറെ പ്രദേശങ്ങളിൽ ഫിലിം സൊസൈറ്റികൾ ആരംഭിക്കാൻ പ്രേരകമായിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ പിൽക്കാല പ്രവർത്തനങ്ങളിലും വലിയ ഒരു സംഭാവനയായി തീർന്നു. അത് വളരെയേറെ ഉപകരിച്ചു. ദേശാഭിമാനിയിൽ ചേർന്ന കാലത്ത് അന്ന് ആദ്യ ഘട്ടത്തിൽ 79 ചേർന്നു. 80 ഫിലിമോത്സവം നടന്നത് ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂരിൽ നടന്ന ആ ഫിലിമോത്സവ് ഇവിടെ നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ പോലെ വായനക്കാർക്ക് അനുഭവവേദ്യമാക്കണം എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഓരോ കൊല്ലവും ഈ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലുകളെ സംബന്ധിച്ചൊക്കെയുള്ള വാർത്തകൾ പല പ്രദേശങ്ങളും, ഇപ്പം ബോംബെയിൽ നിന്നാണെങ്കിലും ഡൽഹിയിൽ നിന്നാണെങ്കിലും ഒക്കെ തന്നെ അവിടെ ഏതൊക്കെ പ്രസിദ്ധീകരണങ്ങളിൽ ഇത് സംബന്ധിച്ച് കവറേജ് വരുന്നു അതിൻ്റെയൊക്കെ കോപ്പികൾ വാങ്ങിപ്പിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ തിരുവനന്തപുരത്ത് പഠിച്ചതുകൊണ്ട് ധാരാളം സുഹൃത്തുക്കൾ, എൻ്റെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഡൽഹി ഫിലിം ഫെസ്റ്റിവലിൻ്റെ 75 മുതൽക്ക് ഡൽഹിയിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലുടെ ഒക്കെ തന്നെ സൺഡേ സ്റ്റാൻഡേർഡിലും അല്ലെ